ഗായ്സ് അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കാഞ്ഞങ്ങാട് മാണിക്കോത്തുള്ള പാർച്ചയിലാണ്. മാണിക്കോത്താണോ എന്ന് കറക്റ്റ് അറിയില്ല, കാഞ്ഞങ്ങാട്. അപ്പോൾ കാഞ്ഞങ്ങാട് പോകുമ്പോൾ നിങ്ങൾ ചോദിച്ചാൽ ആരെങ്കിലും പറഞ്ഞു തരുമായിരിക്കും. അപ്പം നല്ല അടിപൊളി ഫുഡ് സ്പോട്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും എന്തായാലും അവിടെ പോയി കഴിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ പ്ലീസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ സിറ്റിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. പുറത്താണ് കേട്ടോ, അടിപൊളി വൈബാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോ സെക്ഷനായിട്ടാണ് കേട്ടോ ഐറ്റംസൊക്കെ ഉള്ളത്. അതിൻ്റെ വാങ്ങുന്ന എന്താ പറയുക സ്ഥലമാണെങ്കിലും ഓരോ സെക്ഷനായിട്ടാണ്. ഞാൻ പയ്യെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിതങ്ങനെ നമ്മൾ സിറ്റിങ് ഇതാ ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഇതാ ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ഓർഡർ ചെയ്യുന്നത്, എന്തൊക്കെയാണ് കഴിച്ചതെന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണും. ഓക്കെ, ഇപ്പോൾ ഗായ്സ് നമ്മളെങ്ങനെ ഇതവിടെ മാണിക്കോത്താണ്, മാണിക്കോത്തല്ലേ? അപ്പം കാഞ്ഞങ്ങാടും മാണിക്കോത്തുള്ള അങ്ങനെയാണ് ഞാൻ പറഞ്ഞു കേട്ടത്. കാഞ്ഞങ്ങാട് പാർച്ചയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നേട്ടാ. അപ്പം ഓക്കെ, അപ്പം വേറെ എന്താ, അപ്പോൾ ഫസ്റ്റ് ടൈം വരുന്നതാണ്. ഇവിടെ പുറത്താണ് സിറ്റിങ്സ് ഒക്കെ, അടിപൊളിയുണ്ട്, നല്ല വൈബുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിട്ടുണ്ടാവില്ല സീറ്റൊക്കെ, എന്താ പറയുക സിറ്റിങ്സ് ഒക്കെ. അപ്പം നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്യട്ടെ, എന്തെങ്കിലും ലൈറ്റായിട്ട് അങ്ങനത്തെ സാധനങ്ങളാണ്, ലൈറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെയാണ്. ഫലൂദയോട് ഹിന്ദിയൊക്കെ വേണ്ടത് അല്ലേ? നോക്കുന്നുണ്ട് എന്താ ഓർഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്തെന്ന് വന്നിട്ടുള്ളത് ഡൈനാമിക് മോമോസ് ആണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ചൂട് കാരണം നമുക്ക് വായിൽ വെക്കാൻ എന്താ ഇങ്ങനെ കൊതി വരുന്നെങ്കിലും പക്ഷേ വായിലേക്ക് വെക്കാൻ വേണ്ടി അതിൻ്റെ ചൂട് കാരണം തിന്നാൻ പറ്റേണ്ട, കാരണം അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ആ ഗ്രേവി കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും കേട്ടോ. അപ്പം ഞാനിതെങ്ങനെ ട്രൈ ചെയ്യാൻ പോകണം, പക്ഷെ ഭയങ്കര ചൂടുണ്ടായിന്. പിന്നെ വയ്യ ഫോർക്ക് കൊണ്ടതിന് ശേഷം സമാധാനത്തിന് കഴിക്കാൻ പറ്റും, കാരണം കയ്യിൽ പിടിക്കാൻ പറ്റില്ല. വായിൽ എങ്ങനെയെങ്കിലും മെല്ലെ മെല്ലെ കഴിച്ചത്, പക്ഷേ കയ്യിൽ പോലും പിടിക്കാൻ പറ്റുന്നില്ല. അപ്പം അതിൻ്റെ ഒരു ഡിപ്പ്, ഒരു മയോണൈസ് പോലത്തെ ഒരു ഡിപ്പ് ഉണ്ടായിന്. ആ ഡിപ്പിൻ്റെ ഒന്നും ടേസ്റ്റ് ഓർമ്മയില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാ ഇപ്പം എനിക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഇതാ അത്രയും എൻ്റെ ആക്ഷൻസ് കാണുമ്പോൾ മനസ്സിലാവും അത്രയും ചൂടുണ്ടായിട്ടോ ഗൈസ്. ഓക്കെ, പിന്നെ അതിനുശേഷം ഷെസ്വാൻ ലോലിപോപ്പ്, അതുപോലെ തന്നെ ചീസി മോമോസും, പിന്നെ 2 ഐസ്ക്രീമും, 1 റോയൽ ഫലൂദയും, അതുപോലെ തന്നെ മാംഗോ ഫലൂദയും. ഫലൂദയാണോ അത് രണ്ടും വന്നത്. അപ്പോൾ ഇതാണ് ഷെസ്വാൻ ലോലിപോപ്പ്. എന്താ പറയുക, അടിപൊളി ടേസ്റ്റ്, നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള. ചിലയിടത്ത് നമുക്ക് അതിൻ്റെ സോസ് ഡിപ്പ് ചെയ്യാൻ തരത്താണ്, പക്ഷേ ഇവിടെ ഫുൾ മിക്സ് ആക്കിയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പം
എന്താ പറയുക, ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക അവിടെ വന്നിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ എന്താ പറയുക അടുത്ത മെനുവിൻ്റെ ഒക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വീഡിയോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ആ ഒരു മെനു നോക്കുക വീഡിയോ കണ്ടതിന് ശേഷം. അപ്പം എന്താ പറയുക, ഈ ക്രീമി മോമോസ് നമുക്കത് അത്ര സ്പൈസി ആയിരിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സ്പൈസിയാണ് എന്താ പറയുക സ്വീറ്റിനേക്കാളും ഇഷ്ടം. അപ്പം ഇത് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അങ്ങനെ അധികം കഴിക്കാൻ പറ്റൂല കേട്ടോ. അപ്പം നമ്മൾ ഒന്നിച്ച് കഴിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല, പക്ഷേ ഒറ്റയടിക്ക് അത് ഫുള്ളും കഴിക്കാനാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇങ്ങനെ അതിൽ നിന്ന് ഒന്ന് കഴിക്കാം, ഒന്നോ രണ്ടോ പറ്റും. പക്ഷേ ബാക്കി സ്പൈസി ഐറ്റംസൊക്കെ എത്ര വേണമെങ്കിൽ പോവായിരിക്കും. പക്ഷേ ക്രീമി എന്ന് പറയുമ്പം അങ്ങനെയാണല്ലോ, എല്ലാവർക്കും അറിയില്ല, ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റില്ല. ചിലപ്പോൾ സ്വീറ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് നല്ല ഇഷ്ടമാവുമായിരിക്കും. അപ്പോൾ എനിക്ക് സ്പൈസി ആയിരുന്നു കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇതും നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. കാണുമ്പോൾ തന്നെ തിന്നാൻ കൊതിയാവട്ടെ, അടിപൊളി ടേസ്റ്റ് ഉണ്ട്. പക്ഷേ കൂടുതൽ കഴിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ടേസ്റ്റ് ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഇതെന്താണെന്ന് വെച്ചാൽ നോബൺ ബർഗറാണ്. അതായത് ബണ്ണില്ലാത്ത ചിക്കൻ മാത്രം ഉള്ളത്, അതിന് നോ ബൺ ബർഗർ. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ പയ്യന്നൂർ ഗ്രിൽ ടോക്സ് നിന്ന് കഴിച്ചിട്ടുണ്ടായി. അടിപൊളി ടേസ്റ്റാണ് അതിൻ്റെ കേട്ടോ. പക്ഷേ ഇവിടെ മറ്റ് മോമോസും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇതിനത്ര ഒരു വലിയ എനിക്ക് പ്രാധാന്യം തോന്നിയില്ല. കാരണം അതൊക്കെ കഴിച്ചിട്ട് അതൊക്കെ ഭയങ്കര സ്പൈസി കാര്യങ്ങളായിരുന്നു, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ നോബൺ ബർഗറൊന്നുമല്ല. അപ്പം എന്താ ഇവിടെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും. ഓക്കെ, പിന്നെ വേറെ എന്താ ഗൈസ്, വീഡിയോസ് കാണാം. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം എന്തായാലും ഇവിടെ കഴിക്കാൻ പോവാട്ടോ. അപ്പം നിങ്ങൾക്ക് റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് മെനു ഒക്കെ. വീഡിയോ കണ്ടതിന് ശേഷം മെനു നോക്കാം. ഗൈസ്, പിന്നെ വന്നിട്ടുള്ളത് വഫലയാണ് കേട്ടോ. അപ്പം ഇത് ഫസ്റ്റ് ടൈമാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സാധനം കാണുന്നത്, ഇങ്ങനെ സാധനം കഴിക്കുന്നത്. ഒന്ന് ന്യൂട്രല്ല ഫ്ലേവറും ഒന്ന് ചോക്ലേറ്റ് ഫ്ലേവറും ആയിരുന്നു. ചോക്ലേറ്റ് ഫ്ലേവർ ഇതാണ് ചോക്ലേറ്റ് ഫ്ലേവർ വരുന്നത്. അതിൻ്റെ അകത്ത് കിറ്റ്കാറ്റ് ആയിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എന്തിൻ്റെ ടേസ്റ്റാണെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, പേര് മറന്നു കേട്ടോ, സോറി ഗൈസ്. ഏതെങ്കിലും ഉദാഹരണം പറയാൻ വിചാരിച്ചു, മറന്നുപോയി. ഓക്കെ, ഡോണറ്റ്സ് ഇല്ലേ, പക്ഷെ അതിൻ്റെ ടേസ്റ്റ് അല്ല, ആ ഒരു സാധനം കടിക്കുമ്പോൾ ഉള്ള ഒരു എന്താ പറയുക അതില്ലേ, അതുപോലെ തോന്നി ഏകദേശം. പക്ഷെ അതിൻ്റെ ടേസ്റ്റേ അല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു കേക്കല്ല സംഭവം. അങ്ങനത്തെ ഒരു എന്താ പറയേണ്ടതെന്ന് അറിയില്ല, അങ്ങനെ ഒരു സംഭവമാണ്. ഡോണറ്റ്സ് അല്ല, പക്ഷേ കടിക്കുമ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഉള്ളിൽ കിക്കറ്റൊക്കെ വന്നിട്ട്. പിന്നെ മറ്റേ എനിക്ക് ന്യൂട്രലേക്കാൾ ഇഷ്ടമായത് ചോക്ലേറ്റിൻ്റെ ആണ് കേട്ടോ. ന്യൂട്രലും ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അതിനേക്കാളും എനിക്ക് ചോക്ലേറ്റിൻ്റെ ആണ് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് തോന്നിയത്. ഓക്കെ, പിന്നെ അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് നമ്മൾ മൊജിറ്റോക്ക് പറഞ്ഞു കേട്ടോ.
ശരിക്കും മൊജിറ്റോ ആണോ മൊയ്ത്തോ ആണോ എന്ന് പറയുന്നതാണ്. ഞാൻ മൊയ്ത്തോ അനിയൻ അങ്ങനെയാണ് പറയാറ്. ശരിക്കും ഇതിനെ എങ്ങനെ പ്രൊനൗൺസ് എന്ന് അറിയില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ മൊജിറ്റോ എന്ന് തന്നെയാണ് പറയൽ. അപ്പോൾ സീനു ഏതോ ഒന്ന് ഓർഡർ ചെയ്തിട്ട് അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാനൊരു പാഷൻ ഫ്രൂട്ടും ഉമ്മ ഗ്രീൻ ആപ്പിളിൻ്റെ മൊജിറ്റോ ആണ് പറഞ്ഞത്. എനിക്ക് എപ്പോഴും മൊജിറ്റോയിൽ ഏറ്റവും ഇഷ്ടം പാഷൻ ഫ്രൂട്ട് തന്നെയാണ്. അധികം നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം ഇതാ മെനു ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങളെല്ലാം ഒന്ന് സ്ലോ മോഷൻ അടിച്ച് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് നോക്കിക്കോളി. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ജസ്റ്റ് റേറ്റൊക്കെ നോക്കി വെക്കാം. ഓക്കെ, അപ്പം ഇത്രയുള്ള വീഡിയോ ടാറ്റ ബൈ.